എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ അവന്റെ ആൾക്കാരെ ഒക്കെ ഓർത്ത് ഇപ്പോ കൈഡോയ്ക്ക് നേരെ പാഞ്ഞടുക്കും. കൈഡോ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ലൂഫി അവന്റെ രണ്ട് കൈയും അങ്ങനെ ഊതി വീർപ്പിച്ച് എലിഫന്റ് ഗാറ്റ്ലിംഗ് പവർ അതുപയോഗിച്ച് അച്ചറം പൊച്ചറം നിർത്താതെ അവനങ്ങനെ ആഞ്ഞെട്ടിക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ തിരിച്ചൊന്നും ചെയ്യാൻ പോലും കഴിയില്ല. ഒരു ഗ്യാപ്പ് പോലും കൊടുക്കാതെ ലൂഫി അങ്ങനെ ഇടിച്ചു കൊണ്ടേയിരിക്കും. ആ ഒരു ഇടിയിൽ കൈഡോയ്ക്ക് കൺട്രോൾ നഷ്ടപ്പെട്ട് അവൻ താഴേക്ക് പോവും. ഇവിടെ ട്രഫാൽഗർ ആ ഒരു കാഴ്ച കണ്ട് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അത്രയും പവർഫുൾ ആയ കൈഡോയെ നമ്മുടെ ലൂഫി അവൻ ഗ്യാപ്പ് പോലും കൊടുക്കാതെ ഇടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കൈഡോയ്ക്കാണെങ്കിൽ കൺട്രോൾ പോയി ഒന്നും ചെയ്യാൻ കഴിയാതെ ഇടിയൊക്കെ നെഞ്ചും വിരിച്ച് വാങ്ങിക്കും. ലൂഫി അവൻ അങ്ങനെ ഇടിക്കും തോറും അവന്റെ മനസ്സിൽ അവന്റെ ടീംമേറ്റ്സും പ്രധാനമായിട്ട് ആ വയലറ്റ് പെണ്ണിന്റെ പിക്ചർ അതങ്ങനെ മിന്നി മാറുകയാണ്. ഒരുപാട് നേരം അടി ഇടിയൊക്കെ വാങ്ങിയ കൈഡോയ്ക്ക് അല്പസമയം കഴിയുമ്പോൾ കൺട്രോൾ പോവും. അവൻ ചടകുടഞ്ഞ് എഴുന്നേറ്റ് ഇപ്പൊ ലൂഫിക്ക് നേരെ നിൽക്കും. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടിട്ടില്ല. അവൻ അവന്റെ കൈ നല്ല ഫോഴ്സിൽ പുറകിലേക്ക് കൊണ്ടുപോകും. അത് കണ്ട കൈഡോ അവന്റെ കൈ വെച്ച് ഇപ്പൊ ലൂഫിയുടെ കൈയെ തടഞ്ഞ് ലൂഫിയെ അങ്ങനെ ഊതി തെറിപ്പിക്കുകയാണ്. ആ ഒരു ഫോഴ്സിൽ ലൂഫി ഒരുപാട് പിന്നിലേക്ക് പോകും. ലൂഫി മാത്രമല്ല, അവന്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു ശക്തിയുള്ള കാറ്റില് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ബിൽഡിങ്ങുകളും തകർന്നു വീഴും. ലൂഫി ആണെങ്കിൽ കഷ്ടിച്ച് അതിൽ നിന്നും രക്ഷപ്പെട്ട് ഇപ്പൊ അവന്റെ അടുത്തേക്ക് വരും. അവനാണെങ്കിൽ ന്യൂക്ലിയർ ബോംബ് പോലെ ഫയർ ബോൾസ് അവന് നേരെ അയക്കും. ലൂഫി ആണെങ്കിൽ അവന്റെ ഓരോ ഫയർ ബോളിൽ നിന്നും കഷ്ടിക്ക് രക്ഷപ്പെടും. പക്ഷെ എന്താ, ആ ഫയർ ബോൾ വന്നു വീണ ഭാഗം ന്യൂക്ലിയർ ബോംബ് പൊട്ടിത്തെറിക്കും പോലെ പൊട്ടിത്തെറിച്ച് അവിടെയുള്ള വീടുകളും കടകളും അങ്ങനെ എല്ലാം തന്നെ നശിക്കുകയാണ്. ഒരുപാട് മനുഷ്യർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും. ലൂഫി ആണെങ്കിൽ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് അവന്റെ കൈ ചുരുട്ടി ഇപ്പൊ വീണ്ടും എലിഫന്റ് ഗാറ്റ്ലിംഗ് പവർ ഉപയോഗിച്ച് ആദ്യം കൈഡോയുടെ വായിൽ ആഞ്ഞു കുത്തും. അതിനുശേഷം അവന്റെ നെഞ്ചിൽ ആഞ്ഞെട്ടിക്കും. പക്ഷെ ലൂഫി ആണെങ്കിൽ എത്രയൊക്കെ പവർ ഉപയോഗിച്ചിട്ടും എത്രയൊക്കെ സ്ട്രെങ്ത് അത് പുറത്തെടുത്തിട്ടും അവനാണെങ്കിൽ കാര്യമായിട്ട് യാതൊരു ഇമ്പാക്റ്റും ഏൽക്കില്ല. കാരണം കൈഡോ അവൻ നിസ്സാരക്കാരനല്ല. അവൻ 4 എംപറേഴ്സിൽ ഒരാളാണ്. അവന്റെ സ്ട്രെങ്തും പവറും അത്രയധികം കൂടുതലാണ്. ഇവിടെ ലൂഫിക്കാണെങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ ഫ്രണ്ട്സിനെ കുറിച്ചുള്ള ഓർമ്മ അതവന്റെ മനസ്സിനെ കുത്തി നോവിക്കുകയാണ്. തവണ നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ ഫ്രണ്ട്സിനോട് ചെയ്തതിന് നിനക്ക് തീർച്ചയായിട്ടും പണിഷ്മെന്റ് ലഭിച്ചേ പറ്റൂന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ അവന്റെ എക്സ്ട്രീം പവർ എടുക്കും. അവന്റെ എക്സ്ട്രീം പവർ എടുക്കുന്തോറും അവന്റെ ബോഡി മുഴുവൻ അങ്ങനെ റെഡ് കളറിൽ തിളങ്ങി നിൽക്കുകയാണ്. രണ്ട് കയ്യിലും അൺലിമിറ്റഡ് പവർ കൊണ്ടുവന്ന് ഇത്തവണ ലൂഫി അവനെ ആഞ്ഞെട്ടിക്കും. ആ ഒരു പവറിൽ നിന്ന് കൈഡോയ്ക്ക് രക്ഷപ്പെടാനാവില്ല. പവറിന്റെ ഇമ്പാക്റ്റിൽ ആ വലിയ പവറിന്റെ ഇമ്പാക്റ്റിൽ അവനാണെങ്കിൽ അങ്ങനെ അല്പദൂരം പുറകിലേക്ക് തെറിച്ചു പോവും. ഒരു സെക്കൻഡ് ആ കാടുവില്ലം പോലും അത് കണ്ട് ഞെട്ടി ഒച്ചത്തിൽ നിലവിളിക്കും. അവിടെ ബാക്കിയുണ്ടായിരുന്ന ജനങ്ങളാണെങ്കിൽ ആ കാഴ്ചയൊക്കെ കണ്ട് പേടിച്ച് അവരുടെ ജീവനും കൊണ്ട് നാനാ വഴിക്ക് ചിതറി ഓടും. അവരുടെ സുപ്രീം കമാൻഡറിന് ഇങ്ങനെ ഒരു അവസ്ഥ വന്നത് കണ്ട് അവരങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. അവർക്കാണെങ്കിൽ അത് വിശ്വസിക്കാനാവില്ല. പക്ഷെ അവർക്ക് ഒരു കാര്യത്തിൽ നല്ല ഉറപ്പുണ്ട്. അത്ര പെട്ടെന്നൊന്നും ലൂഫിയെ കൊണ്ട് കൈഡോയെ തോൽപ്പിക്കാനാവില്ല. കാരണം കൈഡോയുടെ പവർ അത് അവർക്ക് നന്നായിട്ട് അറിയാം. ഓൾറെഡി കൈഡോ അവൻ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പകുതി വെളിവില്ലാതെയാണ് കൈഡോ ഫൈറ്റ് ചെയ്യുന്നത്. കൈഡോയ്ക്കാണെങ്കിൽ ബോധമൊക്കെ നഷ്ടപ്പെട്ട് അവൻ അങ്ങനെ അടിച്ച് താഴെ വീണ് കിടക്കുകയാണ്. അവനിപ്പോൾ പതിയെ പതിയെ നോർമൽ അവന്റെ ഹ്യൂമൻ മോഡിലേക്ക് മാറും. ട്രഫാൽഗറിലോയ്ക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ഇത് വലിയൊരു യുദ്ധത്തിന് മുൻപിലുള്ള തുടക്കം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ട്രഫാൽഗറിലോ വിളിച്ചു പറയും, ലൂഫി ഞാൻ പറയുന്നത് കേൾക്ക്. ഇപ്പോഴെങ്കിലും നീ കാര്യം മനസ്സിലാക്കി തിരികെ വായോ. നമുക്ക് നമ്മുടെ പ്ലാൻ അത് എക്സിക്യൂട്ട് ചെയ്യണം. ഇപ്പൊ നീ ആവശ്യമില്ലാതെ ഇങ്ങനെയൊരു സീൻ അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാൻ അതെല്ലാം തന്നെ തകിടം മറിയും. ലൂഫിക്കാണെങ്കിൽ അപ്പോഴും അവനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റില്ല. ലോ പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കാതെ വീണ്ടും അവനവന്റെ പവർ അങ്ങനെ കൂട്ടിയെടുത്ത് ചുവന്ന് തുടുത്ത് കൈഡോയ്ക്ക് നേരെ വരും. കൈഡോ ആണെങ്കിൽ അവന്റെ വെപ്പൻ കയ്യിലെടുത്ത് അത് കുത്തി എഴുന്നേറ്റ് നിൽക്കുകയാണ്. കൈഡോ ഓക്കെ ആയെന്ന് കരുതി വില്ലന്മാരെല്ലാവരും കണ്ണിമ ചിമ്മാതെ കൈഡോയെ തന്നെ നോക്കും. പക്ഷെ കൈഡോ ആണെങ്കിൽ ആടി ആടി നല്ല രീതിയിൽ പൂസായി ലൂഫിയുടെ അടുത്തേക്ക് നടന്നെടുക്കും. ലൂഫി ആണെങ്കിൽ വീണ്ടും വീണ്ടും അവനെ കൈഡോ കൈഡോ എന്ന് ആർത്ത് വിളിച്ച് അവന്റെ 4th ഗിയറിലേക്ക് പോകും. ആണെങ്കിൽ ആ ബൗൺസ് മാൻ രൂപത്തിലേക്ക് വന്ന് ഒരു ബൗൺസിങ് പഞ്ച് അത് കൈഡോയുടെ മുഖത്ത് ആഞ്ഞു കൊടുക്കുകയാണ്. പഞ്ചില് അവിടെ വലിയൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ആവും. പക്ഷെ അപ്പോഴും കൈഡോ ആണെങ്കിൽ പാറ പോലെ ഉറച്ചു നിൽക്കും. കൈഡോ ആണെങ്കിൽ നല്ലൊരു ബ്രേക്ക് ഇട്ട് അങ്ങനെ നിൽക്കും. അതിനുശേഷം അവന്റെ തലയിലേക്ക് പവർ കൊണ്ടുവന്ന് ലൂഫിയുടെ പഞ്ച് അത് അവന്റെ തലയ്ക്ക് നല്ല ഫോഴ്സ് കൊടുത്ത് ആ കൈ അങ്ങനെ പുറകിലേക്ക് തള്ളി നിൽക്കുകയാണ്. ലൂഫി ആണെങ്കിൽ അല്പദൂരം പുറകിലേക്ക് പോവും. അതിനുശേഷം ലൂഫി വീണ്ടും കാലുമടക്കി ഇപ്പൊ കൈഡോയെ ആഞ്ഞ് ചവിട്ടും. പക്ഷെ അപ്പോഴും കൈഡോ ആണെങ്കിൽ നല്ല സ്ട്രെങ്ത്തിൽ നിൽക്കുകയാണ്. കൈഡോയെ ചവിട്ടി ലൂഫി ആയിരിക്കും പുറകിലേക്ക്
തെറിച്ചു പോവുക. ഓരോ തവണ ലൂഫി പഞ്ച് ചെയ്യുമ്പോഴും കൈഡോയ്ക്കാണെങ്കിൽ അത് വെറും ഒരു മസാജായിട്ട് മാത്രം തോന്നും. ലൂഫി ആണെങ്കിൽ ഇത്രയൊക്കെ അടിച്ചിട്ടും കൈഡോയുടെ ബോഡിയിൽ ഒരു സ്ക്രാച്ച് പോലും വീണിട്ടില്ല. ഒരു ഡ്രോപ്പ് ബ്ലഡ് പോലും പുറത്തേക്ക് വന്നിട്ടില്ല. കൈഡോയ്ക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഭാവവ്യത്യാസമില്ല. ഇത്രയൊക്കെ ഇടികിട്ടിയിട്ടും വേദനയിൽ ഒരു ശബ്ദം എടുക്കുന്നതായിട്ടോ ഉച്ചത്തിൽ നിലവിളിക്കുന്നതായിട്ടോ അവിടെ ആരും തന്നെ കേട്ടിട്ടില്ല. ലൂഫിക്ക് ആണെങ്കിൽ ഇവിടെ അവന്റെ പ്രതികാരവും ദേഷ്യവും ഒന്നും അടങ്ങുന്നില്ല. അവൻ വീണ്ടും വീണ്ടും ഒരുപാട് ദേഷ്യത്തിൽ ഗാറ്റ്ലിംഗ് പവർ ഉപയോഗിച്ച് കൈഡോയാണെങ്കിൽ നിർത്താതെ പഞ്ച് ചെയ്ത് അങ്ങനെ പുറകിലേക്ക് ഒരുപാട് ദൂരം തള്ളിക്കൊണ്ടുപോയി നിർത്തും. അങ്ങനെ ഇടിച്ച് ലൂഫി ആണെങ്കിൽ അവന്റെ ദേഷ്യത്തിന്റെയും പവറിന്റെയും ഏറ്റവും പീക്ക് ലെവലിലേക്ക് പോയി മുഖത്ത് തന്നെ ആഞ്ഞൊരട്ടി. ആ ഒരു അട്ടിയിൽ ഇപ്പൊ കൈഡോ ആണെങ്കിൽ ഗ്രാമങ്ങളോളം തെറിച്ചു പോയി അട്ടിച്ചു വീഴും. ലൂഫി ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ കൈഡോയെ തന്നെ നോക്കും. കൈഡോയ്ക്ക് എന്തെങ്കിലും ഇമ്പാക്റ്റ് അത് ഏറ്റോ എന്നറിയാൻ. ലോയാണെങ്കിൽ പേടിച്ചു വരച്ച് ലൂഫിയെ തന്നെ നോക്കുകയാണ്. അതേ സമയത്ത് ഷുട്ടമാരു അവൻ അപ്പോഴായിരിക്കും ഫൈറ്റ് ചെയ്യുന്ന നമ്മുടെ ലൂഫിയെ ഒന്ന് ശ്രദ്ധിച്ച് കാണുക. അവനാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ലൂഫിയെയും അവന്റെ സൈസിനെ നോക്കും. ഒരു പൊടി പയ്യൻ അത്ര ഏജും പവറും ഉള്ള ഒരു മനുഷ്യനെ ഇടിച്ച് താഴെയിട്ടിരിക്കുന്നു. അതും 4 എംപറേഴ്സിൽ ഒരാളായ സാക്ഷാൽ കൈഡോയെ. ലോയാണെങ്കിൽ വീണ്ടും ഇപ്പൊ ലൂഫിയെ തിരികെ വിളിക്കും. ഇതും ഒരു പറ്റിയ ഗ്യാപ്പാണ്. അവൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് അവർക്ക് അവിടുന്ന് രക്ഷപ്പെടാം. പക്ഷെ ലൂഫിക്കാണെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടും അവന്റെ കലിയും വെറിയും അതടങ്ങുന്നില്ല. അടുത്ത നിമിഷം കൈഡോ കണ്ണു തുറക്കും. മുകളിൽ വലിയൊരു തണ്ടറും ലൈറ്റ്നിങ്ങും ക്രിയേറ്റ് ആവും. അടുത്ത നിമിഷം അവനങ്ങനെ ഫ്രഷ് ആയിട്ട് എഴുന്നേറ്റ് നിൽക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ അത് കാണുമ്പോൾ ചെറിയൊരു അത്ഭുതമൊക്കെ തോന്നും. ഇത്ര അടിയിടിയൊക്കെ കിട്ടിയിട്ടും കൈഡോ ആണെങ്കിൽ ഫ്രഷ് ആയിട്ട് വളരെ കൂളായിട്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. ലൂഫി വീണ്ടും അവന്റെ കൈ മടക്കി കിങ് കോങ് ഗൺ എന്നൊക്കെ പറഞ്ഞ് അവന്റെ എക്സ്ട്രീം പവർ എടുക്കും. ഈ ഒരു അടിയിൽ അവനെ തകർത്തേ പറ്റൂന്ന് പറഞ്ഞ് ലൂഫി അവന്റെ നേർക്ക് ഓടും. അതേസമയം കൈഡോ ആൾക്കാണെങ്കിൽ ഇപ്പൊ ഏകദേശം വെളിവും ബോധമൊക്കെ തിരികെ കിട്ടിയിരിക്കുകയാണ്. ആളും ആളുടെ വെപ്പൻ കയ്യിലെടുത്ത് റെഡിയാവും. ആളുടെ ക്ലോസ് എത്തുന്ന താമസം ലൂഫി ആണെങ്കിൽ അങ്ങനെ കൈ മടക്കി ആൾക്ക് നേരെ വീശും. ആളാണെങ്കിൽ ആളുടെ വെപ്പൻ എടുത്ത് ആ കയ്യിൽ ആഞ്ഞടിക്കും. ലൂഫിയുടെ പഞ്ച് അത് കൈഡോയുടെ ബോഡിയിൽ കൊണ്ടില്ലെന്ന് മാത്രമല്ല, കൈഡോയുടെ അറ്റാക്കിൽ ലൂഫി ആണെങ്കിൽ നല്ല ഫോഴ്സിൽ പറന്നുപോയി ദൂരത്തുള്ളൊരു മലയിൽ അങ്ങനെ ആഞ്ഞടിച്ച് മലക്കുത്തം മറിഞ്ഞ് താഴേക്ക് വീഴും. ലൂഫി ആണെങ്കിൽ ബൗൺസ് ചെയ്ത് ഇപ്പോൾ ആ കൈഡോയുടെ പുറകിൽ തന്നെ വന്നങ്ങനെ അടിച്ചു വീഴും. ലൂഫിക്കാണെങ്കിൽ അവന്റെ ബോധം നഷ്ടപ്പെട്ടു. കണ്ണൊക്കെ അങ്ങനെ വൈറ്റ് കളറിൽ തുറന്നു വെച്ച് കിടക്കുകയാണ്. ഇവിടെ ലോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണം, എങ്ങനെ ലൂഫിയെ രക്ഷിക്കണം എന്നറിയില്ല. അവനാണെങ്കിൽ മനസ്സിൽ ഒരുപാട് ചീത്ത ലൂഫിയെ വിളിക്കും. ഇതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി നിന്നോട് പറഞ്ഞത് അവനോട് ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ പാടില്ല, പ്ലാൻ ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന്. പക്ഷേ നീ ഞാൻ പറയുന്നത് കേൾക്കാതെ അവനുമായിട്ട് ഡയറക്റ്റായി ഏറ്റുമുട്ടി. അതുകൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നതും നമ്മുടെ പ്ലാൻ ഈ ഗതിയിലായതും. ലോയാണെങ്കിൽ ഇപ്പൊ എങ്ങനെയെങ്കിലും ലൂഫിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കും. അവൻ കൈകൊണ്ട് ഷാമ്പിൾ ചെയ്ത് ഒരു റൂം ക്രിയേറ്റ് ചെയ്യാൻ കൈയൊക്കെ എടുത്ത് ആക്ഷൻ ഇടുന്ന അടുത്ത നിമിഷം ഒരാണി അതങ്ങനെ വന്ന് അവന്റെ കയ്യിൽ തറച്ച് കയറുകയാണ്. ഇതൊരു സാധാരണ ആണിയല്ല, സീപ്രസൻ സ്റ്റോൺ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ആണിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇപ്പോ ലോയ്ക്കാണെങ്കിൽ അവന്റെ പവർ യൂസ് ചെയ്യാനായിട്ട് കഴിയില്ല. ആ ഒരാണി അത് ലോയ്ക്ക് നേരെ വലിച്ചെറിഞ്ഞത് മറ്റാരുമല്ല, സാക്ഷാൽ ആ കാർഡ് വില്ലൻ. അവനാണെങ്കിൽ ഞൊട്ടിയിടയിൽ ഇപ്പൊ ലോയെ തകർക്കാനായിട്ട് ഒരുപാട് അറ്റാക്കൊക്കെ പ്രയോഗിക്കുകയാണ്. ലോ ആണെങ്കിൽ ഉഷാറായിട്ട് അവന്റെ അറ്റാക്കുകൾ നല്ല രക്ഷപ്പെട്ട് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ആ ഒരു നെയില് അതങ്ങനെ വലിച്ചു പറിച്ചു കളയും. പിന്നീട് ഞൊട്ടിയിടയിൽ ഒരു റൂം ക്രിയേറ്റ് ചെയ്ത് ഷാമ്പിൾ ചെയ്ത് ആ വില്ലന്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. അവനാണെങ്കിൽ ഇപ്പൊ അവന്റെ അസിസ്റ്റൻസിനെ ഉപയോഗിച്ച് ലോയെ അവിടെ മുഴുവൻ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അതേസമയം ഇവിടെ കൈഡോ അവനങ്ങനെ പല്ല് കടിച്ച് ലൂഫിയുടെ അടുത്തേക്ക് വരും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ തന്നെ വെല്ലുവിളിച്ച് എന്നോട് ഫൈറ്റ് ചെയ്യുമെന്ന് ചോദിച്ച് അവന്റെ തലയിൽ കൈഡോയുടെ വെപ്പൻ അതുപയോഗിച്ച് അങ്ങനെ തട്ടി നോക്കുകയാണ്. ലൂഫിക്കാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ല. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ലൂഫിയെ കാണിക്കും. ലൂഫിക്കാണെങ്കിൽ യാതൊരു അനക്കവും ഇല്ലാതെ അങ്ങനെ കിടക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.